എന്താണ് സംഭവിച്ചതെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ബാർബർ മിഥുൻ. തന്റെ ബാർബർ ഷോപ്പിന് മുന്നിൽ ഒരു വാഹനം വന്നു നിന്നത് മിഥുൻ കണ്ടു. പക്ഷേ എന്താണ് സംഭവമെന്ന് മാത്രം മിഥുന് മനസ്സിലായില്ല. അപ്പോൾ തന്നെ രണ്ടുപേർ ചേർന്ന് വാഹനത്തിൽ നിന്ന് ഒരു ഷാംപൂ ചെയർ, മുടി വെട്ടാനുള്ള 2 കസേരകൾ, ഇൻവേർട്ടർ സെറ്റ് എന്നിവ ഇറക്കി നേരെ കടയിൽ വെച്ചു. ഒന്നും മനസ്സിലാകാതെ നിന്ന മിഥുനെ രാഹുൽ ഗാന്ധി അയച്ച സമ്മാനങ്ങളാണ് അവയെന്ന് പാർട്ടി പ്രവർത്തകൻ അറിയിച്ചതോടെ യുവാവ് ആദ്യമൊന്ന് ഞെട്ടി. ഇതുപോലെ മാസങ്ങൾക്ക് മുൻപും ഒന്ന് ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ തന്റെ താടി ട്രിം ചെയ്യുന്നതിന് രാഹുൽ ഗാന്ധി ബ്രിജേന്ദ്ര നഗറിലെ ബാർബർ മിഥുന്റെ കടയിലെത്തിയത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മെയ് 13-ന് ലാൽഗഞ്ചിൽ ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നതിനെത്തിയപ്പോഴായിരുന്നു രാഹുൽ ഗാന്ധി മിഥുന്റെ ബാർബർ ഷോപ്പിലെത്തിയത്. താടി ട്രിം ചെയ്യണമെന്നായിരുന്നു ആവശ്യം. ഏറെ നേരം യുവാവുമായി കുശലാന്വേഷണം നടത്തിയ രാഹുൽ മിഥുനോട് നിങ്ങളുടെ മുടി ആരാണ് വെട്ടുന്നതെന്നും ചിലവുകളും വാടകയുമടക്കം ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. ഇരുവരും തമ്മിലുള്ള സംഭാഷണം അന്ന് സാമൂഹിക മാധ്യമങ്ങൾ കീഴടക്കിയിരുന്നു. രാഹുലിന്റെ വരവോടെ സെലിബ്രിറ്റി ഷോപ്പായി മാറിയ സലൂണിൽ കൂടുതൽ കസ്റ്റമേഴ്സ് എത്തിത്തുടങ്ങിയത് മിഥുനും ഗുണകരമായി. രാഹുൽ ഗാന്ധി എത്തിയതിനു ശേഷം കടയിൽ തിരക്ക് കൂടിയിട്ടുണ്ടെന്ന് മിഥുൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് 3 മാസങ്ങൾക്കിപ്പുറം അപ്രതീക്ഷിത സമ്മാനങ്ങളുമായി മിഥുനെ വീണ്ടും രാഹുൽ ഗാന്ധി ഞെട്ടിച്ചത്. വിവിധ ജനവിഭാഗങ്ങളിലുള്ളവരെ സന്ദർശിച്ച് അവരുടെ പ്രവർത്തനങ്ങളും ആവശ്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കി അവർക്ക് പിന്തുണയും പ്രോത്സാഹനവും നൽകുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രവൃത്തി കോൺഗ്രസ് പ്രവർത്തകർക്ക് അഭിമാനവും പ്രചോദനവും നൽകുന്നുവെന്നാണ് കോൺഗ്രസ് വക്താവ് അൻഷു അവസ്തി പറഞ്ഞത്. അതേസമയം ഇത്തരം സംഭവങ്ങൾ ആദ്യമായിട്ടല്ല നടക്കുന്നത്. രാഹുൽ ഗാന്ധി ചെരുപ്പ് തുന്നുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ജൂലൈ 26-നായിരുന്നു സംഭവം. ഒരു ചെറിയ കടയിൽ കയറി രാഹുൽ ചെരുപ്പ് തുന്നുകയായിരുന്നു. ഈ സംഭവത്തോടെ റാം ചേത് എന്ന വളരെ സാധാരണക്കാരനായ മനുഷ്യന്റെ ജീവിതം തന്നെ മാറി മറിയുകയായിരുന്നു. ഉത്തർപ്രദേശിൽ റോഡരികിലെ ചെറിയ കടയിലിരുന്ന് വർഷങ്ങളായി ചെരുപ്പ് തുന്നുന്ന റാം ചേതിനെ കാണാനും സെൽഫി എടുക്കാനുമൊക്കെ നിരവധി പേരാണ് രാഹുൽ വന്നുപോയതിനു ശേഷം എത്തിയത്. എല്ലാം രാഹുൽ വന്നുപോയതിനു പിന്നാലെ സംഭവിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സുൽത്താൻപൂരിലെ കോടതിയിൽ ഹാജരായി വരുമ്പോഴാണ് വഴിയിലെ ചെരുപ്പ് തുന്നുന്ന കട രാഹുൽ കണ്ടത്. അവിടെ ഇറങ്ങിയ രാഹുൽ വീട്ടിലെ വിശേഷങ്ങളും തൊഴിലിൽ നേരിടുന്ന പ്രശ്നങ്ങളുമൊക്കെ ചോദിച്ചറിഞ്ഞു. ചെരുപ്പ് തുന്നാനും ഒട്ടിക്കാനും ഒക്കെ അദ്ദേഹം റാം ചേതിനൊപ്പം ചേർന്നിരുന്നു. രാഹുൽ വന്ന് ചെരുപ്പ് തുന്നിയ കട തേടി നിരവധി പേരാണ് പിന്നീട് എത്തിയത്. പലരും രാഹുൽ തുന്നിയ ചെരുപ്പ് വാങ്ങാൻ താല്പര്യവും പ്രകടിപ്പിച്ചിരുന്നു. 10 ലക്ഷം രൂപ വരെയാണ് ഈ ചെരുപ്പിന് പലരും വാഗ്ദാനം ചെയ്തത്. എന്നാൽ രാഹുൽ തുന്നിയ ആ ചെരുപ്പ് വിൽക്കാൻ റാം തയ്യാറായിരുന്നില്ല. എത്ര വലിയ വില നൽകാമെന്ന് പറഞ്ഞാലും ചെരുപ്പ് നൽകില്ലെന്നാണ് റാം പറഞ്ഞത്. അത് ചില്ലുകൂട്ടിൽ സൂക്ഷിക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. രാഹുൽ വന്നു പോയതോടെ ഉദ്യോഗസ്ഥരും പ്രശ്നങ്ങൾ ചോദിച്ചെത്താൻ തുടങ്ങി. രാഹുലിന്റെ വരവോടുകൂടി റാമിന്റെ ജീവിതം മൊത്തം മാറി. ഇപ്പോൾ റാമിന്റെ കൊച്ചു പീടികയിൽ രാഹുൽ അയച്ചു കൊടുത്ത തുന്നൽ മെഷീനുണ്ട്. ഇപ്പോൾ കൂടുതൽ ചെരുപ്പ് തുന്നാനാകുന്നുണ്ടെന്നും അദ്ദേഹം ജനങ്ങളുടെ നേതാവാണെന്നും റാം ചേതക് പറഞ്ഞിരുന്നു. ഏതായാലും രാഹുൽ എന്ന മനുഷ്യനെ ഇത്രയധികം സ്നേഹിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളാണ് രാഹുലിന്റെ കരുത്ത്. അതുകൊണ്ടാണ് തകർന്നതൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിക്ക് ഇന്ന് സാധിക്കുന്നതും.